ആ റമദാൻ അവസാനിക്കലോട് കൂടി ഒരു വിശുദ്ധമായ ദിവസത്തിലേക്കാണ് നമ്മൾ കാലെടുത്ത് വെക്കുന്നത്. പക്ഷേ ഈദിനെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പരിചയപ്പെടുത്തിയത് രണ്ട് പെരുന്നാളിനുണ്ടാവേണ്ട സംഗതികളെ വിവരിച്ചും കൊണ്ട് പറഞ്ഞു, ആദാ ഈദുന, നമ്മൾ പെരുന്നാൾ ആഘോഷിക്കേണ്ടത് ഇങ്ങനെയാണെന്നത്. പെരുന്നാൾ നിസ്കാരം അതിൻ്റെ കൃത്യസമയത്ത് അത് നിർവഹിക്കപ്പെടുക, ഷവ്വാൽ മാസപ്പിറവി കണ്ടാൽ ഫിത്ർ സക്കാത്ത് അത് നൽകപ്പെടുക, ദാനധർമ്മങ്ങൾ അധികരിപ്പിക്കുക, ദിക്ർ ദുആകൾ വർദ്ധിപ്പിക്കുക, സുന്നത്തായ ഇബാദത്തുകളെ വർദ്ധിപ്പിക്കുക, കുടുംബത്തിനും മറ്റൊക്കെ നല്ല സുഭിക്ഷമായ ഭക്ഷണങ്ങൾ നൽകുക, അതോടൊപ്പം അനുവദിക്കപ്പെടുന്നതായ ഉല്ലാസ സൗകര്യങ്ങളും അനുവദിക്കപ്പെട്ട വിനോദങ്ങളൊക്കെ അത് കുട്ടികൾക്കും മറ്റൊക്കെ അതിനുള്ളതായ സൗകര്യങ്ങൾ ഒരുക്കി കൊടുക്കുക, പരസ്പര സൗഹാർദ്ദം ഊട്ടിയുറപ്പിക്കുക, മതസൗഹാർദ്ദം ഊട്ടിയുറപ്പിക്കുക, മറ്റുള്ള ഇതര മതസ്ഥരോടുള്ളതായ അവരെയും തന്നെ അവരോടുള്ള സൗഹാർദ്ദവും സ്നേഹമൊക്കെ അതും ഊട്ടിയുറപ്പിക്കണം. ഈ ഇന്ത്യ രാജ്യത്തിൻ്റെ പൈതൃക സ്വഭാവങ്ങളും മറ്റും സംരക്ഷിക്കപ്പെടുവാൻ ആവശ്യമാവുന്നതായ സദസ്സുകളും മറ്റുമൊക്കെ സംഘടിപ്പിക്കാം. ഈ നിലക്ക് പെരുന്നാളിനെ ആഘോഷിക്കാൻ വേണ്ടി നമ്മൾ മുസ്ലിങ്ങൾ തയ്യാറാവണം എന്നാണ് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ ഒരു സന്ദേശം എന്നുള്ള നിലക്ക് എല്ലാ മുസ്ലിമീങ്ങളോടും ഈ അവസരത്തിൽ പ്രത്യേകമായി നടത്താനുള്ളത്.